നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, SIR നടപടികൾക്ക് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അന്തിമ പട്ടികയിൽ 2,69,00,000 വോട്ടർമാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 9,06,211 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. ഇനിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസം വരെ പേര് ചേർക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടർ ID നമ്പർ, പേര്, ബന്ധുവിൻ്റെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. www.electoralsearch.eci.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ വോട്ടർ ID നമ്പർ ഉപയോഗിച്ചോ, പേര്, ബന്ധുവിൻ്റെ പേര്, ജനനത്തീയതി അല്ലെങ്കിൽ വയസ്സ് ഉപയോഗിച്ചോ, മൊബൈൽ ഉപയോഗിച്ചോ പരിശോധിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ബാങ്ക് അക്കൗണ്ടും ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ UPI ആപ്പുകളും ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. നമ്മുടെ സമ്മതമില്ലാതെ തന്നെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഓട്ടോപേ സംവിധാനത്തെക്കുറിച്ച് നിലവിൽ വലിയ രീതിയിലുള്ള പരാതികളാണ് ഉയരുന്നത്. ഒരിക്കൽ ഏതെങ്കിലും ആപ്പുകൾക്കോ അല്ലെങ്കിൽ ചാനലുകൾക്കോ വേണ്ടിയിട്ടൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയോ ബില്ലുകൾ അടയ്ക്കുകയോ ചെയ്താൽ പിന്നീട് എല്ലാ മാസവും കൃത്യസമയത്ത് നമ്മുടെ അനുവാദമില്ലാതെ തന്നെ അക്കൗണ്ടിൽ നിന്ന് പണം ഓട്ടോമാറ്റിക്കായിട്ട് കുറയുന്ന സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ നിരവധിയായിട്ടുള്ള ആപ്പുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ഉപഭോക്താക്കൾ ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. ഇങ്ങനെ ആക്ടിവേറ്റ് ആയ ഓട്ടോപേ സംവിധാനം റദ്ദാക്കാനുള്ള വ്യക്തമായ ഓപ്ഷനുകൾ പല ആപ്പുകളിലും ലഭ്യമല്ല എന്നതും തിരിച്ചടിയാണ്. ഉപഭോക്താക്കളുടെയൊക്കെ തന്നെ പരാതികൾ വർദ്ധിച്ചതോടെ ഇത്തരത്തിൽ അനുമതിയില്ലാതെ പണം ഈടാക്കുന്ന രീതികളെക്കുറിച്ച് പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാനായിട്ട് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇൻഷുറൻസ് പ്രീമിയങ്ങൾ, EMI-കൾ, മറ്റ് ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷനുകൾ എന്നിവ എളുപ്പത്തിൽ അടയ്ക്കാനായിട്ട് 2020 ഓട്ടോപേ സംവിധാനം ആരംഭിച്ചത്. നിലവിൽ രാജ്യത്തെ മൊത്തം UPI ഇടപാടുകളുടെ 1/5 ഭാഗവും ഓട്ടോപേ വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഓരോ ഇടപാടും വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ നടത്തേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അറിവില്ലാതെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പ്രധാനമന്ത്രിയുടെ PM കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴിയുള്ള ധനസഹായം നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. പ്രതിവർഷം 6,000 രൂപ ലഭിക്കുന്ന ഈ പദ്ധതിയുടെ 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണത്തിന് ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. ഈ മാസം അവസാന ആഴ്ചകളിലോ അല്ലെങ്കിൽ മാർച്ച് മാസം ആദ്യമോ തുക വിതരണം ചെയ്യാനാണ് സാധ്യത. എന്നാൽ ഈ ഒരു ആനുകൂല്യം അത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി കേരളത്തിലുള്ളവർക്കായിട്ട് കേന്ദ്ര സർക്കാർ ഒരു പ്രധാന അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് സീഡ് ചെയ്യാത്തത് മൂലമാണ് പലർക്കും തുക ലഭിക്കുന്നതിൽ തടസ്സം നേരിടുന്നത്. സാധാരണയായിട്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ ആധാർ നൽകാറുണ്ടെങ്കിലും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എന്നത് മറ്റൊരു പ്രധാന നടപടിയാണ്. കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് ആധാർ അധിഷ്ഠിത സംവിധാനം വഴിയാണ്. ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് തുക സ്വയം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 68,000-ഓളം വരുന്ന കർഷകരുടെ ആധാർ ബാങ്ക് സീഡിംഗ് നിലവിൽ ആക്റ്റീവ് അല്ല എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എല്ലാവരും നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഇതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ ആധാർ ബാങ്ക് സീഡിംഗ് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്താൽ ആധാറിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ലഭ്യമാകും. അതിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ നൽകിയാൽ ഏത് ബാങ്ക് അക്കൗണ്ടാണ് ആധാറുമായിട്ട് സീഡ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അഥവാ സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ബാങ്ക് ബ്രാഞ്ചിലെത്തി ആധാർ ലിങ്കിങ് ചെയ്യാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെടേണ്ടതാണ്. ഇനി അവിടെ നിന്നും ഇത് സാധ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കും. ഇതാണ് ഏറ്റവും ഉചിതം. എങ്കിൽ മാത്രമേ കുടിശ്ശികയുള്ള തുകയടക്കം നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളൂ. ആധാർ സീഡിംഗ് പരാജയപ്പെട്ടവരുടെയൊക്കെ പേര് വിവരങ്ങൾ പ്രത്യേകം പ്രസിദ്ധീകരിക്കാത്തതിനാൽ തന്നെ എല്ലാവരും സ്വന്തം നിലയ്ക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് ആനുകൂല്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രതിഭാ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സമയം ആരംഭിച്ചിരിക്കുകയാണ്. +2 പരീക്ഷയിൽ സയൻസ് വിഷയങ്ങളിൽ മികച്ച മാർക്ക് വാങ്ങി ബിരുദ പഠനത്തിന് പ്രവേശനം നേടിയ ഏകദേശം 1000 വിദ്യാർത്ഥികൾക്കാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രതിഭാ പുരസ്കാരം ലഭിക്കുന്നത്. കോഴ്സ് കാലയളവിൽ ആകെ 1.5 ലക്ഷം രൂപയോളം ധനസഹായം ലഭിക്കുന്ന ഈ പദ്ധതിയിലേക്ക് അർഹരായവർ ഫെബ്രുവരി മാസത്തിനുള്ളിൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനായിട്ട് KSCST-യുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അവിടെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃത്യമായി പാലിച്ച് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. വിദ്യാർത്ഥികളുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്കോളർഷിപ്പിനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായിട്ട് വെബ്സൈറ്റ് നേരിട്ട് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ തന്നെ നിങ്ങൾക്ക് സഹായം തേടാനും സാധിക്കും.
അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് CMO വഴി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ ഒരുപക്ഷെ വന്നിട്ടുണ്ടാകാം. അത്തരത്തിൽ മെസ്സേജ് വന്നവർ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് കൂടി അതൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രകാരം ഈ മാസം 25-ാം തീയതി മുതലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതിന്റെ വിതരണം, പെൻഷൻ നടപടികളൊക്കെ തന്നെ ആരംഭിക്കുന്നത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതമാണ് ലഭിക്കുന്നത്. ഇതിനായിട്ട് ഏകദേശം 1050 കോടിയോളം രൂപ ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് വഴിയും സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ട് തുക കൈപ്പറ്റുന്നവർക്ക് 25-ാം തീയതി മുതൽ വിതരണം തുടങ്ങുമെങ്കിലും എല്ലാവർക്കും ഒരേ ദിവസം തന്നെ തുക ലഭിക്കണമെന്നില്ല. വിതരണ നടപടികൾ പൂർത്തിയാക്കാൻ സർക്കാർ ഒരാഴ്ചത്തെ സമയം ക്രമീകരിച്ചിട്ടുള്ളതിനാൽ തന്നെ ആ ഒരു കാലയളവിനുള്ളിൽ തുക ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നതാണ്. ഇനി മസ്റ്ററിംഗ് നടപടികളൊക്കെ തന്നെ നേരത്തെ പൂർത്തിയാക്കി ജനുവരിയിൽ ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും തന്നെ ഈ ഫെബ്രുവരി മാസവും തുക മുടങ്ങാതെ ലഭിക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്ര വിഹിതം ലഭിക്കേണ്ട ഏതാണ്ട് 8.5 ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്കായിട്ട് കേന്ദ്ര തുക നൽകാത്ത സാഹചര്യത്തിൽ അവർക്ക് ലഭിക്കേണ്ട 300, 200, 500 രൂപ വീതമുള്ള തുക സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് 24 കോടിയോളം രൂപയാണ് അധികമായിട്ട് അനുവദിച്ചിരിക്കുന്നതെന്നും ധനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഓൺലൈൻ മുഖേന മുൻഗണനാ കാർഡിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി ഫെബ്രുവരി 24 വരെ ദീർഘിപ്പിച്ചതായിട്ട് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. ജനുവരി 24 മുതൽ ഫെബ്രുവരി 19 വരെ 50,300 അപേക്ഷകൾ ലഭ്യമായിട്ടുണ്ട്. 8ാമത് തവണയാണ് ഇപ്രകാരം ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നതെന്നും ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിലൊക്കെ തന്നെ ഉൾപ്പെടാത്ത അർഹരായിട്ടുള്ള എല്ലാ കുടുംബങ്ങളും മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്നും അവർക്ക് അർഹമായിട്ടുള്ള റേഷൻ വിഹിതം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. തുടർച്ചയായിട്ട് 3 മാസത്തിലധികം റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗം കാർഡുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി നിലവിലെ മാനദണ്ഡങ്ങളൊക്കെ പ്രകാരം അർഹരല്ലെന്ന് കാണുന്ന പക്ഷം അത്തരം റേഷൻ കാർഡുകളൊക്കെ തന്നെ പൊതുവിഭാഗത്തിലേക്ക് തരം മാറ്റണമെന്നാണ് ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ വ്യവസ്ഥ. പ്രസ്തുത ഒഴിവിലേക്ക് അർഹരായവരെ ഉൾപ്പെടുത്തുകയും ചെയ്തു വരുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം കുറഞ്ഞും കൂടിയുമുള്ള നാടകീയ നിരക്കുകൾക്ക് പിന്നാലെ സ്വർണ്ണവില കുതിക്കുകയാണ്. ശനിയാഴ്ച ഫെബ്രുവരി 21-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 175 രൂപ കൂടി 14,600 രൂപയും പവന് 1,400 രൂപ കൂടി 1,16,800 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. പിന്നെ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.